ഹായ് നമസ്കാരം. അങ്ങനെ ഹൈദരാബാദിൽ പടക്കക്കടയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു ഹൈദരാബാദ് നല്ല സ്കോർ ചെയ്യുന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു അടി ഫസ്റ്റ് മാച്ചിൽ തന്നെ അടിക്കും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവരുടെ ടോപ്പ് 5 5 ബാറ്റ്സ്മാനും വളരെ നന്നായിട്ട് കളിച്ചു. അതായത് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, അതുപോലെ തന്നെ ആൻഡ്രിക് ക്ലാസൻ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഇന്നത്തെ ദിവസം ബാറ്റ് ചെയ്തു. ആദ്യം തന്നെ ഇഷാൻ കിഷൻ്റെ കാര്യം പറയാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്ന ഇഷാൻ കിഷനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സീസണാണിത്. കാരണം കുറച്ച് നാളായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായ രീതിയിലായിരുന്നു ഇഷാൻ കിഷൻ ഇരിക്കുന്നത്. പക്ഷേ വാട്ട് എ കം ബാക്ക്, എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു ആ ഒരു 100. അതുപോലെ തന്നെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഷോട്ട്, അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ഷോട്ട്, ഓൾ അറൗണ്ട് ദ ഗ്രൗണ്ട്, ഒരു രക്ഷയില്ലാത്തൊരു ഇന്നിങ്സ്. ഈ ഒരു 100 ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സെലക്ടേഴ്സിൻ്റെ മുമ്പിലേക്ക് ഇഷാൻ കിഷൻ വെക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് ഇനി 2026 വേൾഡ് കപ്പ് വരാനിരിക്കുമ്പോൾ. SRHൻ്റെ ഓപ്പണിംഗ് ആസ് യൂഷ്വൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും എക്സ്പ്ലോസീവ് ആയിരുന്നു. RRൻ്റെ ബോളേഴ്സിനോ അല്ലെങ്കിൽ റയാൻ പരാഗനോ ഒരു ക്ലൂവും കൊടുക്കാത്ത രീതിയിൽ, ഒരു ചാൻസും കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ചും ട്രാവിസ് ഹെഡ് എക്സെപ്ഷണൽ ആയിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. പവർ പ്ലേ കഴിഞ്ഞിട്ടും ആ ഒരു സ്കോറിംഗ് ഇങ്ങനെ തുറന്നുകൊണ്ടേ പോയത് RRൻ്റെ ആ ഒരു പ്രഷറിൽ നിന്ന് താഴെ ഇറക്കാനേ സമ്മതിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ട്രാവിസ് ഹെഡ്. ഇഷാൻ കിഷൻ ഈ ട്രാവിസ് ഹെഡിൻ്റെ നിഴലിൽ നിന്നുകൊണ്ടാണോ എന്നറിയില്ല, ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന പോലെ തോന്നുന്നത്. പക്ഷേ നല്ല റൺ റേറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് ഇഷാൻ കിഷൻ അങ്ങ് കത്തി കയറുമായിരുന്നു. കൂടെ നിതീഷ് കുമാർ റെഡ്ഡി കൂടെ വന്നപ്പോൾ ഒരു ക്യാമിയോ 30 റൺ അടിച്ചു നിതീഷ് കുമാർ റെഡ്ഡി. അതുപോലെ തന്നെ ഏറ്റവും അവസാനം വന്നപ്പോഴത്തേക്ക് ആൻഡ്രിക് ക്ലാസനും കൂടെ അതിമനോഹരമായിട്ടുള്ളൊരു നല്ല സ്ട്രൈക്ക് റേറ്റിലൊരു ഇന്നിങ്സ് കൂടെ കൊടുത്തപ്പോഴത്തേക്ക് ടോപ്പ്, അതായത് ഇതുവരെ IPL അടിച്ചിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ സ്കോർ SRH ഇന്ന് അടിച്ചു വെച്ചു. ഇനി കളിയുടെ തുടക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ടോസ് കിട്ടി ആദ്യം റിയാൻ പരാഗ് ബോൾ ചെയ്യാൻ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. കാരണം നന്നായിട്ട് ചേസ് ചെയ്ത് വന്നു RR. സത്യം പറഞ്ഞാൽ ഈ ഒരു മാച്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബോൾ ചെയ്തിരുന്നുണ്ടെങ്കിൽ SRHന് ഒരു 220 തൊട്ട് ഒരു 240 ഉള്ളിൽ ഒതുക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചേസബിൾ ആയിട്ടുള്ളൊരു സ്കോറായിട്ട് മാറിയാനെ. RR ബോൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും സഞ്ജുവിനെ നന്നായിട്ട് മിസ് ചെയ്ത്. ആസ് എ ക്യാപ്റ്റൻ എത്രത്തോളം വാല്യുബിൾ ആണ് RRന് സഞ്ജു എന്നുള്ളത് ഇന്നത്തെ ദിവസം നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. മൊത്തത്തിൽ RR പ്ലേയേഴ്സ് എല്ലാം പാനിക്കായി, പ്രത്യേകിച്ചും ക്യാപ്റ്റൻ തന്നെ പാനിക്കായി. റിയാൻ പരാഗ് ലൈനിലേക്ക് പോയി നിന്ന് ബൗണ്ടറിയിൽ നിന്നിട്ടാണ് പുള്ളി കുറച്ച് നേരം അവസാനം വരെ ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബോളേഴ്സിനൊന്നും ഒരു ക്ലൂ ഇല്ലാതെ, ഒരു ഐഡിയ ഇല്ലാതായി പോയി ഒരു സമയത്തേക്ക്. ഇങ്ങനെ SRHനെ ബാറ്റ്സ്മാൻമാർ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ക്വിക്കായിട്ട് കൊണ്ടുവരാനോ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നുള്ള എക്സ്പീരിയൻസ് പരാഗനില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഇന്നിങ്സ് കണ്ടപ്പോൾ മനസ്സിലായി. എന്തെങ്കിലും കുറച്ചൊന്നും അവരെ പിടിച്ചു കെട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നുണ്ടെങ്കിൽ, ഈവൻ പരാഗൻ ഒരു 2 ഓവർ വേണമെങ്കിൽ എറിയായിരുന്നുണ്ടെങ്കിൽ ഈ ആർച്ചറിനൊക്കെ ഇത്രയും ഓവർ കൊടുത്ത് അടി വാങ്ങിക്കുന്നതിനെക്കാട്ടും ഉള്ളത് 2 ഓവർ പരാഗ് എറിയായിരുന്നു. കാരണം നിതീഷ് റാണ എറിഞ്ഞപ്പോൾ അത്ര അടി വാങ്ങിച്ചില്ല ഈ പേസ് ബോളേഴ്സിനെ പോലെ. ഇനി ആർച്ചറിലേക്ക് വന്നാൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും വർഷമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ബോളർ ശരിക്കും പറഞ്ഞാൽ വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചത്. എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യായിരുന്നു. ആ ലാസ്റ്റ് ഓവറൊക്കെ വന്ന് എറിഞ്ഞിട്ട് ആദ്യത്തെ ബോൾ ബീമറൊക്കെ എറിഞ്ഞത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരു എഫോർട്ടോ അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ളൊരു ഇത്രയും അടി കൊണ്ടിട്ടും ഒന്ന് കംബാക്ക് ചെയ്യാനുള്ളൊരു എഫോർട്ടോ ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും ആർച്ചറിൽ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ബെറ്റർ ആകാശ് മതിപാലിനെ കളിപ്പിക്കുന്നതാണ്. കാരണം ഒരു ഇന്ത്യൻ ബോളറാണ്, വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓവർസീസ് വേറൊരു ഓപ്ഷനും കൂടെ RRന് എടുക്കാൻ പറ്റും. അതായത് അസരംഗയൊക്കെ കളിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സ്വാഭാവികമായിട്ടും SRH ആണ്, SRHൻ്റെ ഹോം ഗ്രൗണ്ടാണ്, ഹൈ സ്കോറിംഗ് മാച്ചാണ്. അതുകൊണ്ട് തന്നെ മഹേഷ് തീക്ഷ്ണ അത്യാവശ്യം കുഴപ്പമില്ലാതെ എറിഞ്ഞു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 2 വിക്കറ്റ് എടുത്തത് തീക്ഷ്ണയാണ്. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ഗ്രൗണ്ടുകളിൽ കണ്ടീഷൻസ് കുറച്ചും കൂടെ സ്പിന്നേഴ്സിന് ഫേവർ ചെയ്യുന്ന ഗ്രൗണ്ടുകളിൽ തീക്ഷ്ണ തീർച്ചയായിട്ടും RRന് നല്ല പെർഫോമൻസ് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി RRൻ്റെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ തുടക്കത്തിൽ ഇത്രയും വലിയ സ്കോർ ആയിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പ്രഷറിലാണ് എല്ലാ ബാറ്റ്സ്മാൻമാരും. അതായത് റണ്ണ് സ്കോർ ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻറ്റ് എല്ലാ ബാറ്റ്സ്മാൻമാരിലും കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യശസ്വി ജയ്സ്വാൾ ആയാലും ശരി, റയാൻ പരാഗ് ആയാലും ശരി, ആവശ്യമില്ലാതെ ശരിക്കും പറഞ്ഞാൽ ഹാർഡ് ഹിറ്റിങ്ങിന് ശ്രമിക്കുന്ന പോലെ തോന്നി. അതേസമയം തന്നെ സഞ്ജു സാംസൺ ഒരു എൻഡിൽ കളിക്കുന്നത് വളരെ സ്മൂത്തായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് വെയിറ്റ് ചെയ്ത് ബോൾ വന്നിട്ട് കളിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. അതായത് ഒരു ധൃതി കാണിക്കുക. അതേസമയം ജയ്സ്വാൾ ആയാലും ശരി, പരാഗ് ആയാലും ശരി, ഹിറ്റ് ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷൻ കാരണം ഹാർഡ് ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് വിക്കറ്റ് കളയുന്നത്. അതുപോലെ തന്നെ നിതീഷ് റാണയും അങ്ങനെ തന്നെയാണ് ഔട്ട് ആവുന്നത്. അതായത് റൺ എടുക്കാനുള്ള പ്രഷറിൽ ഹാർഡ് ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് ആദ്യത്തെ 3 വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. പിന്നീടാണ് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം സംഭവിച്ചത്. ധ്രുവ് ജുറലിൻ്റെ ആ ഒരു ഇന്നിങ്സ്. സഞ്ജു സാംസൺ തീർച്ചയായിട്ടും മനോഹരമായിട്ട് തന്നെ കളിച്ചു, അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു ബാറ്റ്സ്മാൻ, ഈ 14 കോടി കൊടുത്തെടുത്തപ്പോൾ ഒരു വിമർശനം കേട്ട ബാറ്റ്സ്മാൻ വന്നിട്ട് ഇത്ര നല്ലൊരു ഇന്നിങ്സ് ടീമിന് വേണ്ടി കളിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു സന്തോഷം എനിക്ക് തീർച്ചയായിട്ടും തോന്നി. ക്ലാസ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെ പറയാം. അതായത് ക്ലീൻ ഷോട്ട്സ്. ജുറലിന് ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ട്സ് കളിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് പാനിക് ആവാതെ തന്നെ നല്ല റൺ റേറ്റിൽ തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് ധ്രുവ് ജുറലിന് ഇന്ന് സാധിച്ചു.
അപ്പോൾ സഞ്ജുവും ധ്രുവജുറയിലും കൂടെയുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ക്രൂഷ്യലായത് ആർ-ആറിനെ സംബന്ധിച്ച്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആർ-ആറിനെ സംബന്ധിച്ച് ജയമെന്നുള്ളത് അപ്രാപ്യമായി. പക്ഷേ ഈ ഇങ്ങനെ അടിച്ചൊരു 242 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്തിച്ചതുകൊണ്ട് ആർ-ആറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവസാനം വരുമ്പോൾ റൺ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വലിയ അടി വാങ്ങിക്കേണ്ടി വരത്തില്ല. ഒരു പക്ഷേ ഒരു 150-നോ 170-നൊക്കെ അടിച്ച് ഓൾ ഔട്ട് ആയിരുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നെറ്റ് റൺ റേറ്റിനെ വളരെ വലുതായിട്ട് ബാധിച്ചേനെ. അത് പിന്നീട് ആർ-ആറിന് പണിയായിട്ട് വന്നത്. അതുപോലെ തന്നെ ധ്രുവജുറയിൽ, ശുഭം ദൂബെ എന്നീ ബാറ്റ്സ്മാൻമാരൊക്കെ വന്നിട്ട് നല്ലൊരു ഇന്നിങ്സ് കളിച്ചുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്തിനെ പറ്റിയുള്ള ഒരു കോൺഫിഡൻസ് കുറച്ചും കൂടി ടീമിന് കൂടും. കാരണം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിനെ സംബന്ധിച്ച്. പക്ഷേ ഇന്നത്തെ ഒരു മാച്ച് കാണുമ്പോൾ കളി തോറ്റുന്നുണ്ടെങ്കിലും ഈ യങ്ങായിട്ടുള്ള പ്ലേയേഴ്സിന് പോസിബിളാണ്, അവർക്ക് പറ്റും എന്നുള്ളത് അവർ തീർച്ചയായിട്ടും പ്രൂവ് ചെയ്തു. ഇനി സഞ്ജു കൂടെ ടീമിലേക്ക് വരികയും ബോളിങ്ങിൽ കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുത്ത് ഇപ്പോൾ ഇന്നത്തെ വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളും കൂടെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സീസൺ തന്നെ ആർ-ആറിന് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ നല്ലൊരു സീസൺ തന്നെ പ്രതീക്ഷിക്കാം ഈ ഒരു ടീം ജെല്ലായി വരുവാണെന്നുണ്ടെങ്കിൽ. ഇനി SRHന്റെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹർഷൽ പട്ടേലാണ് ഏറ്റവും അടിപൊളിയായിട്ട് ബോൾ ചെയ്തത്. SRHൽ ഏറ്റവും എക്സ്പെൻസീവ് ആവുമെന്ന് വിചാരിച്ച ബോളറാണ് ഏറ്റവും കുറച്ച് റൺ കൊടുത്തത്. അത്യാവശ്യം ബാക്കി എല്ലാവരും റൺ കൊടുത്തു. സാംബ നന്നായിട്ട് എറിഞ്ഞു, സമർജിത്ത് കുഴപ്പമില്ലാതെ എറിഞ്ഞു. ആ എർലി 2 വിക്കറ്റ്സ് വളരെ ക്രൂഷ്യലായിരുന്നു. അതുകൊണ്ട് തന്നെ സമർജിത്തിൻ്റെ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ആദ്യത്തെ പവർ പ്ലേയിലെ സ്പെല്ല് സമർജിത്ത് എറിഞ്ഞു. അപ്പോൾ മൊത്തത്തിലൊരു സമ്മറി പറയാനെന്നുണ്ടെങ്കിൽ SRHനെ സംബന്ധിച്ച് വളരെ നല്ലൊരു തുടക്കം, എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു തുടക്കം. എന്താണ് അവർ കഴിഞ്ഞ വർഷം ചെയ്ത് അവസാനിപ്പിച്ചത് അവിടുന്ന് തന്നെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റ് ടീമുകളെല്ലാം ഈ ടീമിനെ നന്നായിട്ട് പേടിക്കും. ഇന്നത്തെ ഒരു മാച്ചിന് ശേഷം അമ്മാതിരി അടിയടിച്ചു. ഇനി അതിൻ്റെ ഒരു മറു സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആർ-ആർ അവരെ തിരിച്ച് ബാറ്റ് ചെയ്തപ്പോൾ 242 അടിച്ചു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇത്രയും റൺ അടിക്കുകയും അതുപോലെ തന്നെ റണ്ണ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ടീം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ഈ ഒരു ടോപ്പ് 5 പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 200-ന് അകത്തൊക്കെ ഉള്ള സ്കോർ വരുന്ന സമയങ്ങൾക്ക് ഈ ഒരു ബോളേഴ്സ് ഈ രീതിയിൽ റൺ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ SRH. ആ ഒരു കൺസേൺ തീർച്ചയായിട്ടും SRHനെ സംബന്ധിച്ചുണ്ടാവും. ഇനി ആർ-ആറിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് യൂണിറ്റിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ല. മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ടീം പെർഫോം ചെയ്യും. സഞ്ജു തിരിച്ച് ക്യാപ്റ്റനായിട്ട് വരുമ്പോഴത്തേക്ക് ആർ-ആർ വിൽ കം ബാക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെയാണ് SRH vs ആർ-ആർ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മുംബൈ ഇന്ത്യൻസ് vs ചെന്നൈ മാച്ചിൻ്റെ റിവ്യൂമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും കാണാം. അതുവരെ ബൈ.